നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജസി. പ്രധാന വാർത്തകൾ. സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പി ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ പിൻവാതിൽ നിയമനങ്ങൾക്കും ജനദ്രോഹ ഭരണത്തിനുമെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികൾ രംഗത്ത്. നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ചെടികൾ നട്ടുവളർത്തി സൗഹൃദ കൂട്ടായ്മ രംഗത്ത്. പുന്നപ്ര കപ്പക്കട മുതൽ കിഴക്കോട്ട് പത്തിൽ പാലം വരെയുള്ള കനാൽക്കരയിലാണ് ഓർമ്മ മരങ്ങൾ നട്ടുവളർത്തുന്നത്. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29 മുതൽ സെപ്റ്റംബർ 1 വരെ ആഭരണ കലാ പ്രദർശന വിൽപ്പനമേള നടത്തുമെന്ന് ഷോറൂം അധികൃതർ പറഞ്ഞു. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന ചെലവിനനുസൃതമായി വില പുതുക്കി തീരുമാനിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പി ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, സമഗ്ര ശിക്ഷ കേരളത്തിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ശമ്പളം സമയബന്ധിതമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ DO ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി ജംഗ്ഷൻ വഴി സമഗ്ര ശിക്ഷ ജില്ലാ പ്രോജക്ട് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CITU സംസ്ഥാന സെക്രട്ടറി പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ഇവിടെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ അല്ലെങ്കിൽ BJP എന്നോ ഒരു വ്യത്യാസവും വേണ്ട. കേരളത്തിലെ 3.5 കോടി വരുന്ന ജനങ്ങൾക്കാകെ പ്രയോജനകരമാകുന്ന ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും അടക്കം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുവാൻ കഴിയുന്ന മേഖലകളെ ഇന്നത്തെ ഈ നയത്തിന്റെ ഫലമായി പുറകോട്ടടിപ്പിക്കും. നാഷണൽ ഹെൽത്ത് മിഷൻ, അതിനു മുമ്പ് NRHM ആണ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനാണ്. അത് പിന്നെ NHM ആയി. ആ NHM-മായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ 100 കണക്കിന് വരുന്ന ആരോഗ്യ കേന്ദ്രങ്ങളാണ് പ്രവർത്തിച്ചു വരുന്നത്. KRTA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K. അമ്പളിക്കല ധർണയിൽ അധ്യക്ഷയായി. അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ ജസിയമ്മ ആന്റണി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഷൈമ, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം C. ജ്യോതികുമാർ, KSTA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി PD ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. KRTA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി AK ബീന സ്വാഗതവും ജില്ലാ ട്രഷറർ ബിൻസി എലിസബത്ത് നന്ദിയും പറഞ്ഞു. ശമ്പള വർധന അടിയന്തരമായി നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാർ അധിക തുക അനുവദിക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന വിഹിതം വർദ്ധിപ്പിക്കുക, വിദ്യാർത്ഥികൾക്കായുള്ള സഹായ ഉപകരണ വിതരണത്തിലെ കാലതാമസം അവസാനിപ്പിക്കുക, 2020-21 സാമ്പത്തിക വർഷം മുതലുള്ള സറണ്ടർ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. ആലപ്പുഴ നഗരസഭയുടെ പിൻവാതിൽ നിയമനങ്ങൾക്കും ജനദ്രോഹ ഭരണത്തിനുമെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികൾ രംഗത്ത്. നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു.
ആലപ്പുഴ നഗരസഭയുടെ പിൻവാതിൽ നിയമനങ്ങൾക്കും ജനദ്രോഹ ഭരണത്തിനുമെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികളുടെ രംഗത്ത്. നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് CV മനോജ് കുമാർ ധർണയിൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറിയും മുൻ MLAയുമായ A. ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു, കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സാബു, മുൻ നഗരസഭാ അധ്യക്ഷൻ തോമസ് ജോസഫ്, സഞ്ജീവ് ഭട്ട്, ബഷീർ കോയാപ്രമ്പൻ, മോളി ജേക്കബ്, അഡ്വക്കേറ്റ് മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ചെടികൾ നട്ടുവളർത്തി സൗഹൃദ കൂട്ടായ്മ രംഗത്ത്. പുന്നപ്ര കപ്പക്കട മുതൽ കിഴക്കോട്ട് പത്തിൽ പാലം വരെയുള്ള കനാൽ കരയിലാണ് ഓർമ്മ മരങ്ങൾ നട്ടുവളർത്തുന്നത്. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ചെടികൾ നട്ടുവളർത്തി സൗഹൃദ കൂട്ടായ്മ രംഗത്ത്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 9-ാം വാർഡിലെ 39 പേരുടെ കൂട്ടായ്മയാണ് കപ്പക്കട ജംഗ്ഷൻ മുതൽ കിഴക്കോട്ട് പത്തിൽ പാലം വരെയുള്ള കനാൽ കരയിൽ ഓർമ്മ മരങ്ങൾ നട്ടുവളർത്തുന്നത്. വാർഡിലെ 90 വീടുകളിൽ നിന്നും വിട്ടുപിരിഞ്ഞവരുടെ ഓർമ്മയ്ക്കായി 200ഓളം ചെടികളും മരങ്ങളുമാണ് ചെടിച്ചട്ടികളിൽ നട്ടുപിടിപ്പിച്ച് നിരത്തിയിട്ടുള്ളത്. കനാൽ കരയുടെ സൗന്ദര്യവൽക്കരണവും ഇതിലൂടെ സാധ്യമാകുന്നതിനൊപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ മാനസികോല്ലാസത്തിനായി ഒത്തുകൂടുന്ന സ്ഥലം കൂടിയായി ഇപ്പോൾ ഇവിടം മാറിയിട്ടുണ്ട്. H. സലാം MLA ഓർമ്മ മരത്തിന് വളവും വെള്ളവും പകർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തിയും മനുഷ്യത്വത്തിന്റെ രീതിയില്ലാത്ത ചില കാര്യം ചെയ്യുന്ന കാണാം, പെരുമാറുന്ന കാണാം. ഭാഷ അല്ലെങ്കിൽ സ്വഭാവം, ഇടപെടൽ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണുന്നുണ്ട്. നമ്മൾ ഉറ്റ ബന്ധുവിനെ ഓർമ്മിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാക്കി ഇത് മാറ്റുമ്പോൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ കേട്ടൊരു വാർത്തയാണ്, ഭാര്യയെ കൊല്ലാൻ ഭർത്താവ് പാമ്പിന് കൊട്ടേഷൻ കൊടുത്തു എന്ന വാർത്ത. പാമ്പിനെ കൊണ്ട് കൊല്ലിച്ച് ഭാര്യയെ കൊല്ലാൻ ആലോചിച്ച ഭർത്താവ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കോ, നമ്മൾ ഇങ്ങനെ വായിച്ചു പോയ വാർത്തകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മളെ തന്നെ ചുറ്റും ചിലപ്പോൾ ചില വ്യക്തികളുടെ ഒരു പെരുമാറ്റം കാണാറില്ലേ? അമ്മയോട് ചിലപ്പോൾ പെരുമാറുന്ന രീതി കാണാറില്ലേ? അച്ഛനോട് പെരുമാറുന്ന രീതി കാണാറില്ലേ? നമ്മൾ നമ്മുടെ ചുറ്റിലേക്ക് നോക്കിയാൽ ഇപ്പോഴും കാണാം, ഈ കാലത്തും കാണാം. കാരപ്പറമ്പിൽ KS ലാലുവിന്റെ വസതിക്ക് സമീപം സംഘടിപ്പിച്ച പരിപാടിയിൽ സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് സാബു ആർത്തയിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു, പഞ്ചായത്ത് അംഗം K. കവിത, കൂട്ടായ്മ രക്ഷാധികാരി PR രതീഷ് കുമാർ, ട്രഷറർ സിമോദ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KM രതീഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29 മുതൽ സെപ്റ്റംബർ 1 വരെ ആഭരണ കലാ പ്രദർശന വിൽപ്പന മേള നടത്തുമെന്ന് ഷോറൂം അധികൃതർ പറഞ്ഞു. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിലെ ആഭരണ കലാപ്രദർശന വിൽപ്പന മേളയ്ക്ക് ഈ മാസം 29 തുടക്കമാകുമെന്ന് ഷോറൂം ഹെഡ് VV അബ്ദുൾ സലീം ന്യൂസ് സ്റ്റാർ ന്യൂസിനോട് പറഞ്ഞു. ഈ ഓഗസ്റ്റ് 29 തീയതി തൊട്ട് 1 തീയതി വരെ നീണ്ടുക്കുന്ന നമ്മുടെ ആർട്ടിസ്ട്രി ഷോ അഥവാ ലോകോത്തര സെലക്ഷനും കളക്ഷനും കൊണ്ടുവന്ന് അതിന്റെ പ്രദർശനവും വിൽപ്പനയും എന്ന് വെച്ചാൽ സ്വർണം, ഡയമണ്ട്, അമൂല്യ രക്തങ്ങൾ എന്നിവയിൽ തയ്യാറാക്കിയ ബ്രാൻഡഡ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയാണ് ഈ ആർട്ടിസ്ട്രി കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ 50,000 രൂപയുടെ പർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ ഞങ്ങൾ സമ്മാനമായി ഗിഫ്റ്റായി നൽകുന്നുണ്ട്. കൂടാതെ ഈ ഓണം ഓഫറിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ 30 തീയതി വരെ പർച്ചേസ് ചെയ്യുന്ന ഓരോ 25,000 രൂപയുടെ പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നുണ്ട്. മാത്രമല്ല അത് നറുക്കെടുപ്പില്ല, വിവേചനമില്ല. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ എല്ലാവരും വിജയികളാണ്. വന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഓരോ 25,000 രൂപയുടെ പർച്ചേസിനും നമ്മൾ ഗോൾഡ് കോയിനായിട്ട് ഗിഫ്റ്റായി നൽകുന്നുണ്ട്. സ്വർണം, ഡയമണ്ട്, മറ്റ് അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിലുണ്ടാകും. രാജകുടുംബങ്ങൾ പൈതൃക സ്വത്തായി കൈമാറി വന്നതും പൗരാണിക പാരമ്പര്യവുമുള്ള അമൂല്യ ആഭരണങ്ങൾ പ്രദർശനത്തെ വേറിട്ടതാകും. താലി ആഭരണങ്ങളുടെ പ്രദർശനം, മാണിക്യ, മരതക, രത്നക്കല്ലുകളുടെ വലിയ ശേഖരമടക്കം
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിൽ നടത്തുന്ന പ്രദർശന വിപണന മേളയുടെ മാറ്റുകൂട്ടും. സെപ്റ്റംബർ 1 വരെ ആലപ്പുഴ ഷോറൂമിൽ സംഘടിപ്പിച്ചിരിക്കുന്ന മേളയുടെ ഭാഗമായി ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനുമൊപ്പം സ്വർണ്ണ കോയിൻ സമ്മാനമായി ലഭിക്കുമെന്നും ഈ ഓഫർ സെപ്റ്റംബർ 30 വരെ തുടരുമെന്നും ഷോറൂം ഹെഡ് വി അബ്ദുൾ സലീം പറഞ്ഞു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന ചെലവിന് അനുസൃതമായി വില പുതുക്കി തീരുമാനിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന ചെലവിനനുസൃതമായി വില പുതുക്കി തീരുമാനിക്കുക, സംഘങ്ങൾക്ക് നൽകുന്ന MDA പൂർണ്ണമായും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവരെയും ബോധ്യപ്പെടുത്തി, ഗവൺമെന്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തി പരമ്പരാഗതമായ ഈ വ്യവസായ മേഖലയിൽ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്നവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റിന്റെ സമീപനം തന്നെ, നയം തന്നെ ഈ പരമ്പരാഗതമായ വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നുള്ളതാണ്. അത് അങ്ങനെയുള്ള ഒരു നയം സ്വീകരിക്കുന്ന ഗവൺമെന്റിൽ നിന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ട നടപടി അടിയന്തരമായി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷോഭ സമരം ആരംഭിക്കുന്നത്. അതിൽ ആദ്യ ഘട്ടമെന്നുള്ള നിലയിലാണ് 29-ാം തീയതി കയർ കോർപ്പറേഷന്റെ വാതിൽക്കൽ ധർണ നടത്താനും കയർഫെഡിന്റെ വാതിൽക്കൽ പ്രകടനം നടത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചു. വ്യാഴാഴ്ച പകൽ 10-ന് കയർഫെഡിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം കയർ കോർപ്പറേഷൻ മുന്നിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും. ഫെഡറേഷൻ പ്രസിഡന്റ് MP പവിത്രൻ അധ്യക്ഷനാകുന്ന സമ്മേളനത്തിൽ NV തമ്പി, PP വിനു, KK പ്രഭു തുടങ്ങിയവർ സംസാരിക്കും. MP പവിത്രൻ, D സനൽകുമാർ, KV സതീശൻ, NP തമ്പി, ബിനു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ മണ്ഡലം ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. ലാഭകരമായി സർവീസ് നടത്താവുന്ന റൂട്ടുകളിൽ ബസ് സർവീസ് ആരംഭിക്കുമെന്നും ജനകീയ സദസ്സിൽ തീരുമാനമായി. PP ചിത്തരഞ്ജൻ MLA ജനകീയ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ മണ്ഡലത്തിൽ നിലവിൽ സർവീസ് ഇല്ലാത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്താവുന്നതുമായ റൂട്ടുകളിൽ പുതിയ ബസ് സർവീസ് ആരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സദസ്സിൽ തീരുമാനമായി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാനും ചേർത്തലയിൽ നിന്ന് മുഹമ്മ വരെ നിലവിലുള്ള റൂട്ട് മണ്ണഞ്ചേരി വരെ നീട്ടാനും ചേർത്തലയിൽ നിന്ന് വരുന്ന ബസ്സുകൾ നേതാജി വഴി കിഴക്കൻ മേഖലകളിൽ സർവീസ് നടത്താനുമുള്ള നിർദ്ദേശവും സദസ് മുന്നോട്ട് വെച്ചു. സ്റ്റേജ് കാരേജുകൾ നിലവിൽ സർവീസ് നടത്താത്തതും എന്നാൽ ലാഭകരമായി സർവീസ് നടത്തുന്നതുമായ റൂട്ടുകൾ തയ്യാറാക്കുന്നതിനായി PP ചിത്തരഞ്ജൻ MLAയുടെ അധ്യക്ഷതയിൽ ആര്യാട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിലാണ് തീരുമാനമായിട്ടുള്ളത്. മണ്ഡലത്തിലോടുന്ന KSRTC സ്വകാര്യ ബസ് ജീവനക്കാരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം മെച്ചപ്പെടുത്താനും മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനുമായി 3 മാസത്തിൽ ഒരിക്കൽ വിവിധ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കാനായി ചെറിയ റൂട്ടുകളിൽ KSRTCയുടെ AC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന കാര്യം സദസ്സിന്റെ നിർദ്ദേശമായി സർക്കാരിന് ശുപാർശ നൽകും. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം R റിയാസ്, ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S സന്തോഷ് ലാൽ, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലു, ആര്യാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ PU അബ്ദുൽ കലാം, വാർഡ് മെമ്പർ അശ്വിനി, ബിജുമോൻ, മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം KS ഹരിദാസ്, മനോജ് മോഹൻ, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, KSRTC ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബസ് ഓണേഴ്സ് പ്രതിനിധികൾ തുടങ്ങിയവർ ജനകീയ സദസ്സിൽ സംബന്ധിച്ചു. നമ്മുടെ നാട്ടിൽ പറഞ്ഞ കണ്ണുള്ളപ്പോഴേ കണ്ണിന്റെ കാഴ്ച അറിയാൻ കഴിയും. ഇതിനെ മാത്രം ആശ്രയിച്ചു പോകുന്ന 10,000-കണക്കിന് വരുന്ന ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. ഈ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന KSRTC ഒന്നില്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ അഭയം പ്രാപിക്കാൻ മറ്റു മാർഗമുണ്ട്. പ്രൈവറ്റ് ബസ്സുകൾ, മോട്ടോർ സർവീസ് അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് എത്ര പ്രയാസപ്പെട്ട. കാരണം ടിക്കറ്റ് ചാർജ് കൂട്ടുന്നതിന് പരിധിയുണ്ടല്ലോ. പ്രത്യേകിച്ച് സാധാരണക്കാരാണ് ഈ ബസ്സുകളെല്ലാം കയറുന്നത്. ആ
വ്യവസായത്തിന് വന്നിരിക്കുന്ന പ്രതിസന്ധി എത്ര കടുത്തതാണ്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിലുള്ള പച്ചക്കറി കച്ചവടത്തിന് തുടക്കമായി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നീർക്കുന്നം മേഖലാ കമ്മിറ്റിയാണ് കിറ്റിൽ നിറച്ച പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ഡിവൈഎഫ്ഐയുടെ പച്ചക്കറി കച്ചവടത്തിന് തുടക്കമായി. റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നീർക്കുന്നം മേഖലാ കമ്മിറ്റിയാണ് കിറ്റിൽ നിറച്ച പച്ചക്കറി കച്ചവടം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ പച്ചക്കറി കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന്റെ ഭാഗമായി പ്രവർത്തകർ നേരത്തെ ഓർഡർ സ്വീകരിച്ചിരുന്നു. 4.5 ടൺ പച്ചക്കറിയാണ് പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു നൽകുക. എച്ച് സലാം MLA, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ആർ രാഹുലിന് പച്ചക്കറി കിറ്റ് കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വയനാട് ജനതയെ സഹായിക്കാൻ വേണ്ടിയുള്ള ഡിവൈഎഫ്ഐയുടെ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ നീർക്കുന്ന മേഖലാ കമ്മിറ്റി പച്ചക്കറി വിൽപ്പനയിലൂടെ പണം സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കേരളത്തിലെമ്പാടും വ്യത്യസ്തമായ ധാരാളം പ്രവർത്തനത്തിലൂടെയാണ്. ഡിവൈഎഫ്ഐ ഏരിയ സെക്രട്ടറി അജ്മൽ ഹസൻ, ജില്ലാ കമ്മിറ്റി അംഗം പ്രശാന്ത് എസ് കുട്ടി, CPIM നീർക്കുന്നം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി D ദിലീഷ്, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് ഷിജാസ്, സെക്രട്ടറി C രതീഷ്, ജനപ്രതിനിധികളായ പ്രദീപ് T സജിത്, അനിത സതീഷ്, ആശ സൂരജ്, CPIM ഡിവൈഎഫ്ഐ പ്രവർത്തകരായ K ഫെനിൽ, യദു കൃഷ്ണൻ, പ്രജിത് കാരിക്കൽ, S സുമേഷ്, അബ്ദുൽ ഖാദർ, സീതാലക്ഷ്മി, സുദർശനൻ, ശശി, സബിത, സലാം തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. PP ചിത്തരഞ്ജൻ MLA ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭയുടെ പിൻവാതിൽ നിയമനങ്ങൾക്കും ജനദ്രോഹ ഭരണത്തിനുമെതിരെ പ്രതിഷേധ സമരവുമായി കോൺഗ്രസ് സൗത്ത് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റികൾ രംഗത്ത്. നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞവരുടെ ഓർമ്മയ്ക്കായി ചെടികൾ നട്ടുവളർത്തി സൗഹൃദ കൂട്ടായ്മ രംഗത്ത്. പുന്നപ്ര കപ്പക്കട മുതൽ കിഴക്കോട്ട് പത്തിൽ പാലം വരെയുള്ള കനാൽക്കരയിലാണ് ഓർമ്മ മരങ്ങൾ നട്ടുവളർത്തുന്നത്. H സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 29 മുതൽ സെപ്റ്റംബർ 1 വരെ ആഭരണ കലാ പ്രദർശന വിൽപ്പനമേള നടത്തുമെന്ന് ഷോറൂം അധികൃതർ പറഞ്ഞു. സ്വർണം, ഡയമണ്ട്, മറ്റു അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തീർത്ത വൈവിധ്യമാർന്ന ആഭരണങ്ങളുടെ കമനീയ ശേഖരം 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണന മേളയിൽ ഉണ്ടാകുമെന്നും അധികൃതർ പറഞ്ഞു. കയർ വ്യവസായ പ്രതിസന്ധി പരിഹരിക്കുക, കയറിന് നിലവിലുണ്ടായിരുന്ന സബ്സിഡി പുനഃസ്ഥാപിക്കുക, ഉൽപാദന ചെലവിനനുസൃതമായി വില പുതുക്കി തീരുമാനിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ കയർ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.